Hello guys, welcome back to my YouTube channel after a very long time. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എന്ത് പറ്റി വ്ളോഗ്സ് ഒന്നും ഇപ്പോൾ എടുക്കുന്നില്ല, ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച പോലെ നമ്മൾ രണ്ടാമതും പ്രഗ്നൻ്റ് ആയിരിക്കുകയായിരുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം എന്തോ എനിക്ക് മടി പിടിച്ചു. പിന്നെന്താ, ഇഷ്ടങ്ങൾ മാറി, ഇൻട്രസ്റ്റുകൾ വ്യത്യാസം വന്നു, പിന്നെ കോൺഫിഡൻസ് പോയി. എന്നാലും നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആയി കഴുത്തൊക്കെ കറുത്ത് ഒരു തള്ള ലുക്കായി. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് പോയി. പക്ഷെ ഇതിനു ശേഷം നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അഡ്മിറ്റ് ആവാൻ വേണ്ടി. ഇന്ന് സൺഡേ, നമ്മൾ ഇന്ന് അഡ്മിഷൻ ആവും. ചെറുതായിട്ട് ഫോളീസൊക്കെ ഇട്ട് ഇൻഡക്ഷനൊക്കെ ഇന്ന് തുടങ്ങും. ബാക്കി ഗേളാണോ ബോയാണോ എന്നൊക്കെ നാളെ ഈ സമയമാകുമ്പോഴത്തേനും അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫസ്റ്റ് പ്രസവ ആയപ്പം നമുക്ക് പ്രത്യേകിച്ച് ബോധമൊന്നുമില്ലല്ലോ, അന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി പ്രസവിച്ചു. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം പോയി ഇതാണ് പരിപാടി എന്ന് മനസ്സിലായി, വേദനയുള്ള പരിപാടിയാണെന്ന് മനസ്സിലായപ്പോൾ രണ്ടാമത്തെ പ്രസവിക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പണി പോലിരിക്കുക. ചെറുതായിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ചെറിയൊരു ആൻസൈറ്റി, എന്തിനാണെന്നറിയില്ല. സങ്കടാണ് വേറെ കുഞ്ഞാവ വരുന്നത്. യെസു അപ്പം പറയുന്ന പുതിയ ബേബിക്ക് ആ കുഞ്ഞാവയാണ്. 2 ദിവസമായിട്ട് അവളാണ് കുഞ്ഞാവ. അവളുടെ പേര് യെസു എന്നൊന്നുമല്ല. ബേബി പള്ളിയിൽ പോയിട്ട് കിട്ടു ബേബി വരുമ്പോ കിട്ടുവാണോ കിട്ടിയാണോ എന്ന് അറിയില്ല കേട്ടാ. ആ കുഞ്ഞാവ് പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, പള്ളി പോണ അമ്മ പള്ളി പോണ അമ്മയുടെ വയറ്റില് കുഴപ്പമൊന്നുമില്ലാണ്ട് പോരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാട്ടാ. അവൾക്ക് ആ ടോപ്പിക്കേ ഇഷ്ടമില്ല. ഇന്നലെ ഞാൻ ബാത്റൂമിൽ വെച്ച് പറഞ്ഞപ്പോഴേ പറഞ്ഞത് മതിന്ന്. എന്താണ് അമ്മമ്മേ അങ്ങനെ പ്രസവിക്കാൻ പോവാ ഈ ഗർഭിണി? നല്ലോണം പ്രാർത്ഥിച്ചോളൂ. പള്ളിയിലുമേ ഹസ്ബൻഡ് ഈശോയോടും സ്മേര വിഷമമുണ്ടോടി പോവാനായിട്ട്? ടെൻഷനൊക്കെ മാറാൻ വേണ്ടിട്ട് ഹെയർ സ്പാ ഒക്കെ ചെയ്തിരിക്കുക. കാക്കു ജിമ്മിന് വേണ്ടിയിട്ടാണ് നിങ്ങള് സ്മേരയുടെ ആഗ്രഹം അവൾക്ക് വ്ലോഗ് ചെയ്യണമെന്ന് അല്ലേടേ, പ്രസവം അല്ലേ? സ്മേര ഇനി ചിക്കൻ കഴിക്കാൻ പറ്റില്ല കേട്ടാ, കുറച്ചാളത്തേക്ക്. ഇനി 28 ദിവസത്തേക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ല കേട്ടാ. ഞാൻ കഴിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്മേര ജോലി ചെയ്ത സ്ഥലത്ത് തന്നെ സ്മേരയുടെ പ്രസവം. അഡ്മിഷൻ എടുക്കാൻ വന്നേക്കാണല്ലേ? ടെൻഷനുണ്ടോ? പല സമയത്തും രോഗികളെ കാണാൻ വന്ന റൂമിൽ സ്വയം കിടക്കേണ്ട അവസ്ഥ. സ്മേര കുറെ നാൾ ചികിത്സിച്ചിട്ട് അവിടെ കിടക്കേണ്ട അവസ്ഥ. സ്മേര പോറയില്ലല്ലേ, റൂമിൽ പോറയില്ല. ഞങ്ങളുടെ കുറച്ച് നേരം കിടന്നൊക്കെ റെസ്റ്റ് എടുക്കാം. ഞാനവിടെ വേദന സഹിക്കുക. ഞങ്ങളിവിടെ നിന്ന് റെസ്റ്റ് എടുക്കുക. ഏസിലൊക്കെ കിടന്ന് ടി വി ഒക്കെ കണ്ടിരിക്കുക.
അതെയാ, അപ്പൊ നാളെ എന്നും രാത്രി കാശാക്കിട്ട് പോവാ? വന്നാ മതിട്ടാ. ഓക്കെ. ആ മുടിയൊന്നും അല്ല, യെസു, കിട്ടുബേബി ഇത്തിരി ഉണ്ടാവുള്ള കുഞ്ഞുണ്ണിയായിരിക്കും. സ്മേരയുടെ ബ്ലഡ് എടുക്കണ സ്മേര പുതിയ കെട്ടപ്പിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ലൈബ്രറിയിൽ പോകില്ലേ, നാളെ വരുമ്പോ കയ്യില് കൊച്ചിട്ട് വരും. കുഞ്ഞാവേ അമ്മേനെ പറ നാളെ വരുമ്പോ. അപ്പൊ അമ്മയുടെ ഈ വയറ്റിലെ കിട്ടു ബേബി എപ്പോ വരും? ഇതിപ്പോ ആരെ രോഗി കിട്ടു ബേബി? ഇത് അങ്ങനെ പറയില്ല. കിട്ടി കിട്ടി ഞാൻ ഇനി ലേബർ റൂമിൽ പോയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഞങ്ങളോട് എന്ത് ചെയ്യണടി? സിനിമ കണ്ടിരിക്കല്ലേ? നിങ്ങൾ അവിടെ പുറത്തിരുന്ന് എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, മുട്ടിപ്പോയി പ്രാർത്ഥിക്കണം. എന്റെ സ്മേരമോൾ അങ്ങനെ വിചാരിക്കണം. വേറെ പോറയില്ലോ, ലേബർ റൂമിൽ പോറയില്ലോ. ഹാപ്പി ചായ സുഖിനാണ് എനിക്ക് തരാൻ. ചായ സൂര്യൻ ഇപ്പൊ വരും. എനിക്ക് സ്പെഷ്യൽ 2 സൂര്യൻ പറഞ്ഞിട്ടുണ്ട്. ബൈ ബൈ ടാറ്റ. അമ്മയ്ക്ക് റൂം കൊടുത്തു കഴിഞ്ഞു. അമ്മ പോയി നാളെ കാണുള്ളൂ. ഇതിലല്ല, അതിന് പോയി അവിടെ കൊടുക്കാൻ. ഇവിടെ ക്യാമറ ഉണ്ടാവട്ടെ, എന്റെ വീഡിയോ എടുത്താൽ ഇവിടെ പാന്റ് ഒന്നും ഇടാൻ പാടില്ല, ഗൗൺ മാത്രമേ ഉള്ളൂ. അതെന്തൊരു പറയണ്ട. ട്യൂബ് ഇട്ടിട്ട് ചെറിയൊരു കോൺട്രാക്ഷൻ. ചെറുതല്ല, നല്ല രീതിക്ക് വേദന വന്നത്. ഇപ്പൊ അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു. സമയം 9:36 രാത്രി. ഞാൻ വിചാരിച്ചു നേരത്തെ കോൺട്രാക്ഷൻ ഞാൻ വിചാരിച്ചു എല്ലാരും വിളിച്ചു വരുത്താം, പക്ഷെ ഇപ്പൊ കുറഞ്ഞു. എനിക്ക് രാത്രി ഉണ്ടാവുന്നുണ്ടേ, എനിക്ക് രാത്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കുറഞ്ഞു. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് നല്ല കോൺട്രാക്ഷൻ വരുന്നുണ്ടായിരുന്നു. ഇനി പ്രസവിക്കില്ല ഞാൻ, എനിക്ക് മതി. വേദനേക്കാൾ ഇതിൻ്റെ ഉള്ളിൽ ഫോണും ഒന്നും ഇല്ലാണ്ട് കിടക്കണതാണ് ഏറ്റവും വലിയ ചടപ്പ്. എനിക്ക് ഡിപ്രഷൻ ഇതിനകത്ത് കിടന്നിട്ട്. നിങ്ങൾക്ക് 5 പിള്ളേർ വേണം. ശരി, ഇപ്പൊ ചിക്കൻ ആയിട്ടില്ല, ഫ്രീക്വന്റ് ആയിട്ടില്ല. മമ്മി എന്താ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്? ടെൻഷൻ ഉണ്ടാ? ടെൻഷൻ ശരിയാണല്ലോ. ആശിക്കോ? എനിക്കൊന്നും അമ്മക്ക് ടെൻഷൻ ഉണ്ടാ? യസുവിന് ടെൻഷൻ ഉണ്ടാ? യസുന് ഏത് ബേബി വേണ്ടേ? ആണാ? ആണ് ബേബിയാ? കൈ 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 കൈ. യസുന് ഏത് ബേബിയിലും കുഴപ്പമില്ല, ഡാഡിക്ക് ഏത് ബേബിയിലും കുഴപ്പമില്ല. ഡാഡിക്ക് പെൺ ബേബിനെ ഇഷ്ടം. കുട്ടി ബേബി വരാറായി. ഇങ്ങോട്ട് കട്ടില് എവിടെ കൊടുക്കാം?
എടുത്തോ മാവേനെ. അമ്മയെടുക്ക് വേണ്ട. അമ്മയെടുക്ക് അതെടുക്കുന്നു അമ്മയെടുക്ക് കഴിക്കാൻ വെച്ച കൂടിയാക്കി ദേവൻ ദേവൻ അമ്മ അമ്മ കിട്ടു ബേബി കണ്ണു തുറക്കടി ഈ വഴിക്ക് വാ ഇവിടെ ഒന്ന് കാണു ചേച്ചിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ചേച്ചി ഇങ്ങനെ കാണിച്ചില്ലേ അതുകൊണ്ടാണ് യെസിന്റെ വാവ കളിക്കാനുള്ള വാവ അമ്മമ്മയുടെ ചായ അല്ല തുണ്ടുങ്ങ അമ്മമ്മയുടെ ചായക്കുള്ള പോലെ ഉണ്ട് കണ്ണു തുറക്കടി മറ്റേ പപ്പടമ്മയുടെ കുടിയുണ്ട് ഇപ്പൊ ചേച്ചിപ്പോ ഫിസിയോളജിക്കൽ ജോണ്ടീസ് 3 ഡേയ്സിനുള്ളിൽ പോവുകയും ചെയ്യും. ഏതാണ് കുടി തന്നെ എഴുന്നേക്കടി ഞാൻ കൊറേ ശ്രമിച്ചു. മൂക്കുന്ന നടന്നേറുണ്ട് ഏസിനേക്കാളും ആ നേരത്തെ നമുക്ക് കാണുമ്പോൾ എസിനെ പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ എസ് പോലെ തോന്നണില്ല ഞാൻ എടുക്കണില്ല ഞാൻ ഫോട്ടോ എടുത്ത് തരാം. ചാച്ചനല്ലടാ ആരെടുക്കണ്ടേ ബേബി എടുക്കാനായിരുന്നോ കുഞ്ഞാവിനിഷ്ടമാണ്. അവളുടെ സ്വന്തം കുഞ്ഞാവിനെ അവളുടെ മതിയാ മതി എല്ലാരും